മകൾസ് എജ്യൂബോർഡ് സ്വാഗതം. മാസിൻ്റെ മനയിലോട്ട് സ്വാഗതം. വളരെ പെട്ടെന്ന് നാളത്തെ നിങ്ങളുടെ BSന്റെ ബയോളജി ഭാഗത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, നാലാം പാഠത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മൂന്നാം പാഠത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മർമ്മമുണ്ട്, ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ക്ലോസ് ചെയ്യാനാണ്. ഫംഗ്ഷൻ ഇതെന്താണ്, ഇതാണ് നിയന്ത്രണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ കോശഭിത്തി സെല്ല് വാൾ എന്തിനാ, ഷേപ്പും ഒരു സ്ട്രക്ചറെ കൊടുക്കാനില്ലടാ, ഈ സ്ട്രക്ചർ ആൻഡ് ഷേപ്പാണ്. ആൻഡ് മൈറ്റോകോൺട്രിയയിലെ ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു. വളരെ സിമ്പിളാണ് അല്ലേ മക്കളെ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എന്താടാ, ദശലക്ഷാധികം മടങ്ങിലധികം വസ്തുക്കൾ വലുതാക്കി കാണിക്കുന്നു. പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി അഥവാ ഇലക്ട്രോൺ ബീം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആ പേരിന് ഉത്തരം കിട്ടും, ഇത് കുറെ ചിന്തിക്കരുത് കേട്ടാ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുന്നു. ആൻഡ് അടുത്ത എന്താണ്, 19ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ ഫലങ്ങളെ സമന്വയിപ്പിച്ചാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. താഴെ പറയുന്ന ശാസ്ത്രജ്ഞരുടെ പ്രധാന സംഭാവനകൾ പട്ടികയാക്കുക. ജേക്കബ് ഷീഡൻ അല്ലെ, MJ ഷീഡൻ 838 എന്ത് കണ്ടെത്തിയടാ, അദ്ദേഹം പറഞ്ഞു ആൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജേക്കബ് ഷീഡൻ. ഏതാ വർഷം? 838. തൊട്ടപ്പുറത്തെ വർഷം 839 തിയോഡർ ഷാൻ എന്ത് കണ്ടെത്തി? ആൾ ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, വളരെ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്ലാസ്മ സ്ഥലത്തെ സെമി പെർമിയബിൾ മെംബ്രെയിന് വർണ്ണധാരി സ്ഥലം എന്ന് വിളിക്കാനുള്ള 2 കാരണങ്ങൾ എഴുതുക. വളരെ സിമ്പിൾ മക്കളെ. ഒന്നാമത്തെ കാരണം എന്താണ്, ഇവരാണ് അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ആളുകളെ എന്ത് ചെയ്യുന്നത്, ആരൊക്കെ പോകണം ആരൊക്കെ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്. അകത്തേക്കും പുറത്തേക്കും ഇൻസൈഡും ഔട്ട്സൈഡും പോകുന്നവരെ ആരൊക്കെ പോകണം നിയന്ത്രിക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത, എല്ലാവരെയും കടത്തിവിടൂല. എല്ലാവരെയും ഇവർ കടത്തിവിടൂല. ആവശ്യമുള്ളവരെ മാത്രം ഉള്ളിക്കും ആവശ്യമില്ലാത്തവരെ മാത്രം പുറത്തേക്ക് വിടുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് പേര് വന്നത് സെമി പെർമിയബിൾ. സെമി എന്ന് പറഞ്ഞാൽ എന്താ, പകുതി. ഫുള്ള് വട്ടം സർക്കിൾ, ഇനി പകുതി സെമി സർക്കിൾ അല്ലേ. സെമി എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാർക്ക് പെർമിഷൻ ഉള്ളൂ. റെഡിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്റ്റെം സെൽസിനെ എന്തുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്? മക്കളെ വളരെ സിമ്പിളാണ്. സ്റ്റെം സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ റിപ്പയറിങ്ങിന് സഹായിക്കുന്നുണ്ട്, കേടുപാടുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുറിവുണ്ടായി കഴിഞ്ഞാൽ അല്ലേ, വൂണ്ടുണ്ടായി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ പറയപ്പെട്ടിട്ടുള്ള സ്റ്റെം സെൽസ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാസ്റ്റർ സെൽസ് ഓഫ് ദ ബോഡി എന്ന് പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കോശങ്ങളായിട്ട് മാറാനും ആർക്ക് കഴിവുണ്ട്? ഓൾഡ് സെൽസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനും മാറാനുള്ള കഴിവും ആർക്കുണ്ടടാ? നമ്മുടെ മാസ്റ്റർ കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസിന് വിത്ത് കോശങ്ങൾക്കുണ്ട്. അടുത്തത് എന്താടാ, അഗ്രമെരിസ്റ്റം പർവാന്തര മെരിസ്റ്റം എന്നിവയുടെ സ്ഥാനം, അവ കാരണമാകുന്ന വളർച്ച എന്നിവ തമ്മിൽ വ്യത്യാസം എഴുതുക അല്ലെ. അഗ്രമെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പിക്കൽ മെരിസ്റ്റം അല്ലെ, അഗ്രമെരിസ്റ്റം. അതുപോലെ തന്നെ ചോദിച്ചുള്ള പർവാന്തര മെരിസ്റ്റമാണ്, അതായത് ഇന്റർ കാലറി മെരിസ്റ്റം. മക്കളെ നോക്കാം. എപ്പിക്കൽ മെരിസ്റ്റം അഥവാ അഗ്രമെരിസ്റ്റം ഇവിടെ കാണപ്പെടുന്നത് അഗ്രഭാഗങ്ങളിലാണ്. സ്റ്റെമ്മ് അതുപോലെ തന്നെ റൂട്ട് ഇതിനൊക്കെ ലെങ്ത് കൂട്ടാൻ, നീളം കൂട്ടാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർ കാലറി മെരിസ്റ്റം കാണപ്പെടുന്നത് മോണോകോട്ട് പ്ലാന്റിൻ്റെ ഏകപത്ര ജീവികളുടെ നോഡുകൾക്കിടയിലാകുന്നു, പർവ്വങ്ങൾക്കിടയിലാകുന്നു. അഥവാ ഇതൊരു മുളയാണെങ്കിൽ അല്ലെങ്കിൽ കരിമ്പാണെങ്കിൽ അവർക്ക് ഇങ്ങനെ നമുക്ക് പർവ്വങ്ങൾ കാണാം അല്ലേ, ഇങ്ങനെ അവർക്ക് ഡിവിഷൻസ് കാണാം. ഇതിൻ്റെ ഇടയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം കാണുന്നത്. അപ്പോൾ ഈ പർവ്വങ്ങളുടെ നീളം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സോ ആ ചെടിയുടെ നീളം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. റെഡി? ആരിൽ മാത്രമേ കാണുള്ളൂ? മോണോകോട്ട് പ്ലാന്റിൽ ഏകപത്ര ജീവികൾ അഥവാ നമ്മുടെ തെങ്ങ്, കവുങ്ങ്, മുള, കരിമ്പ് പോലെയുള്ള ചെടികളിൽ മാത്രമേ അത് കാണപ്പെടാറുള്ളൂ. റെഡി? അടുത്ത എന്താണ്, 2 തരം മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. 3 ഡിഫറൻസാണ് ഇവർ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ ഡിഫറൻസ് ഇവരുടെ മാഗ്നിഫിക്കേഷനിലാണ്. ഒരാൾ 1000 മടങ്ങ് മാഗ്നിഫിക്കേഷൻ ചെയ്തപ്പോൾ മറ്റാൾ എന്ത് ചെയ്തടാ, 1,000,000 തവണയിലധികം, 1,00,000,000-ലധികം എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒരാൾ ലൈറ്റ് ഉപയോഗിച്ചപ്പോൾ മറ്റേ ആൾ എന്താ ഉപയോഗിച്ചത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താ ഉപയോഗിച്ചടാ, ഇലക്ട്രോണുകളെയാണ് ഉപയോഗിച്ചത്. മറ്റേ ഒരാൾ സാധാ നോർമൽ ഗ്ലാസ് ലെൻസ് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാകുന്നു, ഇലക്ട്രോൺ കാന്തിക ലെൻസുകളാകുന്നു.
അടുത്ത നമുക്കിവിടെ നമ്മുടെ 3 ടിഷ്യൂസ് കൊടുത്തിട്ടുണ്ട്. മൊത്തം നമ്മുടെ ശരീരത്തിൽ 4 ടിഷ്യൂസാണുള്ളത്. കണക്റ്റീവ് ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ്, ന്യൂറൽ ടിഷ്യൂസ് ആൻഡ് മസ്കുലർ ടിഷ്യൂസ്. ആവരണ കലകൾ, സംയോജക കലകൾ, പേശി കലകൾ, നാഡീ കലകൾ. ഈ പറഞ്ഞിട്ടുള്ള ആരാടാ? ആദ്യം എപ്പിത്തീലിയലാണ്, ആവരണമാണ്. പേരിന് ഉത്തരം കിട്ടും കേട്ടോ. ആവരണ കല ശരീരത്തിൻ്റെ വിവിധ ഇൻറ്റേർണൽ ഓർഗൻസിനെ, ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ്. ആവരണ കലകൾ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കണക്റ്റീവ് ടിഷ്യൂസ് സംയോജക കലകൾ, പേരിന് ഉത്തരം കിട്ടും കേട്ടോ. കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? യോജിപ്പിക്കുന്നത്, വിവിധ തരത്തിലുള്ള ശരീരഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. നമ്മുടെ അസ്ഥികൾ, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ ഈ പറയപ്പെട്ട യോജക കലകൾക്ക് ഉദാഹരണമാകുന്നു. ആൻഡ് നെർവസ് ടിഷ്യൂസ്, നാഡീകലകൾ. നാഡീകലകൾ എന്തിനാ മക്കളെ? അവിടെ നാഡീകലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സിഗ്നൽസിന്, സന്ദേശങ്ങളെ ഉടനീളം കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നത് നാഡീകോശങ്ങളാകുന്നു. അതുപോലെ തന്നെ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, നമ്മുടെ മെരിസ്റ്റമാറ്റിക് കലകൾ സസ്യങ്ങൾ വളർച്ചയ്ക്ക് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ 3 തരത്തിലുള്ള മെരിസ്റ്റമാറ്റിക് കലകളെ പറ്റി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ നേരത്തെ എപ്പിക്കൽ മെരിസ്റ്റം, അഗ്ര മെരിസ്റ്റം പറഞ്ഞു, ഇന്റർ കലറി മെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം പറഞ്ഞു. ഇനി ഒരാൾ മാത്രമേ പറയാൻ ബാക്കിയുള്ളായിരുന്നു അല്ലേ? 3ാമത്തെ ആൾ ആരാ മക്കളെ? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം അഥവാ പാർശ്വ മെരിസ്റ്റം എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഗിർത്ത് കൂടാൻ വേണ്ടിയിട്ട്, വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ആവർത്തന ശേഷി കാണാനുള്ള ഇക്വേഷൻ്റെ മക്കൾക്ക് അറിയാം. ഒബ്ജക്റ്റീവ് ലെൻസിനെ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ IPS ലെൻസുമായിട്ടൊന്ന് ഗുണിച്ചാൽ മതി. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് എത്രയാണ്? 40 ആണ്. IPS 10 ആണ്. വളരെ സിമ്പിൾ അല്ലേ? 40 × 10 = 400x ആണ് ഇതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേടാ? അടുത്ത എന്താണ്? ഏതോ ഒന്നിൻ്റെ ആവർത്തന ശേഷി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? = 1000 എന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ പറഞ്ഞാൽ ആ ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഏതോ ഒന്നിൽ (10 = എന്താകുന്നു? 100x ആകുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയാക്കാരടാ? ഈ 10 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ അഥവാ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 100നെ, ഈ 1000നെ 10 കൊണ്ട് ഹരിക്കുന്നതാണ്. അഥവാ ഉത്തരം എത്രയാടാ? 100x ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം നമ്മൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മക്കൾക്കറിയാം സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം എന്താണ്? ഇതൊരു കോശമാണെങ്കിൽ, ഇതൊരു സെല്ലാണെങ്കിൽ, ഈ സെല്ലിനുള്ളിൽ കാണുന്ന മർമ്മമാണെങ്കിൽ അല്ലേ? മർമ്മമാണെങ്കിൽ, ന്യൂക്ലിയസ് ആണെങ്കിൽ, ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഈ മർമ്മം ഒഴികെ, ന്യൂക്ലിയസ് ഒഴികെയുള്ള ഫുൾ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? സൈറ്റോപ്ലാസം. ഈ ന്യൂക്ലിയസ് അടക്കം ഇതിനുള്ളിൽ കാണുന്ന എല്ലാ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. റെഡിയല്ലേ? സൈറ്റോപ്ലാസം കോശദ്രവ്യമാണെങ്കിൽ മർമ്മം ഒഴികെയുള്ള ചുറ്റുള്ള ഭാഗങ്ങളാണ്, അത് അടുത്ത ഭാഗം ഉണ്ടാവില്ല. റെഡി? ഇനി ജീവദ്രവ്യമാണെങ്കിൽ, പ്രോട്ടോപ്ലാസം ആണെങ്കിൽ ഒരു കോശത്തിനുള്ളിൽ കാണുന്ന എല്ലാവരും എന്ത് വിളിക്കാം? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് വിളിക്കാം. സിമ്പിൾ. അത് നമ്മുടെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? എക്സ് എന്ന് പറഞ്ഞത് എന്താകുന്നു? സൈലമാകുന്നു. വൈ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഫ്ലോയം ആകുന്നു. സോ മക്കൾ നോക്കാം, എക്സും വൈയും കണ്ടെത്തിയിട്ടുണ്ട്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിന്റെ ധർമ്മം എഴുതുക. മക്കളെ നോക്കിക്കേ, എക്സിന്റെ ധർമ്മം എന്താണ്? എക്സിന് ധർമ്മം എന്താണ്? എക്സിന് ധർമ്മം എന്ന് പറഞ്ഞാൽ താഴെ നിന്നും മണ്ണിൽ നിന്നും വേരിലൂടെ എന്ത് ചെയ്യുക? വെള്ളവും ലവണങ്ങളും നമ്മുടെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുക. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, ജലത്തിൻ്റെയും നമ്മുടെ ധാതുക്കളുടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, സംവഹനത്തിന് സഹായിക്കുന്നു. അവസാനം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ആവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശ രീതിയുടെ മാറ്റം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇവിടെ ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മാക്സിമം നമുക്ക് വരാൻ സാധ്യതയുള്ളത് 1000 മടങ്ങാണ്. ഇവിടെ മാക്സിമം 1 ദശലക്ഷത്തിലധികം ആവർത്തന ശേഷി വരും. ഇലക്ട്രോൺ കിരണാവലി ഉപയോഗിക്കുന്നതും 1 ദശലക്ഷം മടങ്ങിലധികം വലുതാക്കി കാണിക്കുന്നതും ഉപകരണം ഏതാണ് തിരിച്ചറിയുക. മക്കളെ, ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കേട്ടോ. റെഡി? ഇത് കണ്ടെത്തിയ 2 സയൻറ്റിസ്റ്റിൻ്റെ പേര് ഏതൊക്കെ? ഏണസ്റ്റ് റസ്കയും അതുപോലെ തന്നെ നമ്മുടെ മാക്സ് ക്നോളുമാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്.
ഇതൊന്നും നമ്മുടെ ബോർഡ് എക്സാം ലെവലിൽ ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല കേട്ടോ. റെഡി. സോ മക്കൾ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡൗട്ടുകൾ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാം, ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. സോ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഏതുവരെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ ഫുൾ റെഡി ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ഒരു ബറാബർ ഹാഫ് ആൻഡ് ഹാഫ് ആണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ആൻഡ് ഒന്നും ആയില്ല മാഷേ 3G പാളി കിടക്കാന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾസ് എല്ലാം നമ്മൾ സെറ്റാക്കും. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണുക, ക്വസ്റ്റ്യൻസ് പ്രിഡിക്ഷൻസ് ഒക്കെ കണ്ട് ഉഷാറായിട്ട് പഠിക്കാം. റെഡി അല്ലേടാ? ഓൾ ദി ബെസ്റ്റ്.